morning, students. Good morning, teacher. ഇന്ന് നിങ്ങൾ ഈ സ്കൂളിൽ ആദ്യ ദിവസമല്ലേ? Yes, teacher. എന്നിട്ടെന്താ നിങ്ങൾക്ക് ആർക്കൊരു ഉഷാറില്ലാത്ത? എല്ലാവരും എണീറ്റ് നിന്ന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. Good morning, teacher. ഇപ്പൊ എല്ലാവരും കണ്ടോ നല്ല ഉഷാറിൽ നിൽക്കണത്? അല്ലെങ്കിൽ ഒരു മടി പിടിച്ച് നിൽക്കാൻ കാരണം. ഇനി ക്ലാസ് തുടങ്ങാം നമുക്ക്. ഇങ്ങനെ വേണട്ടോ എല്ലാ ദിവസവും ചെയ്യാനേ. ഇരുന്നിട്ടല്ല ഗുഡ് മോർണിംഗ് പറയാം. എണീറ്റ് നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറയാം. ഓക്കെ ടീച്ചർ. എന്റെ പേര് അറിയോ ആർക്കെങ്കിലും? ഇല്ല, ടീച്ചറെ പേര് പറയേ. എന്റെ പേര് ഗായത്രി എന്നാണ്. എന്നെ നിങ്ങൾ ഗായത്രി ടീച്ചർ എന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മുതൽ ഞാനായിരിക്കും നിങ്ങളെ ക്ലാസ് ടീച്ചർ. ഞാൻ മലയാളം സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ ടീച്ചർ. ഇപ്പൊ എല്ലാവർക്കും എന്നെ മനസ്സിലായില്ലേ? ഇനി നിങ്ങളെന്ന് എനിക്ക് പരിചയപ്പെടുത്തിയേ. നിങ്ങളെ പേര് നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന് ഇവിടെ വന്ന് പറയട്ടോ. നിനക്ക് എന്താവാൻ ആഗ്രഹം? എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. നിനക്ക് എന്താണ് ആഗ്രഹം? എനിക്കും ഡോക്ടർ ആവാൻ തന്നെ ആഗ്രഹം. അതെന്ത് പണിയാടി? എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം, പിന്നെ എനിക്കും ഡോക്ടർ ആവാൻ ആഗ്രഹം. എവിടുന്നാണ്? അത് പിന്നെ ലോകത്ത് ഒരു ഡോക്ടർ ഒന്നല്ലല്ലോ, കുറെ ഡോക്ടർമാരുണ്ടാവില്ല. അപ്പൊ എനിക്കും അതിലൊരു ഡോക്ടർ ആവാൻ ആഗ്രഹം. അല്ല, എനിക്ക് എന്റെ ആഗ്രഹം എന്താന്ന് അറിഞ്ഞിട്ട് അത് പറയാനല്ലേ? നിങ്ങൾക്ക് ആർക്കും ഒരു ആഗ്രഹമല്ലേ? ആഗ്രഹമല്ലോ ഇവിടെ വന്ന് പറയും. ആദ്യം ഗേൾസിന്റെ അവിടെ നിന്ന് പോരട്ടെ. യെസ് ടീച്ചർ. എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അത് എന്നോടല്ല പറയേണ്ടത്, അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് നമ്മളെ ക്ലാസ്സിലെ കുട്ടികളോട് പറയേണ്ടത് കേട്ടോ. ഞാൻ പാറുവാണ്. എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ആഹാ, പാറക്കുട്ടിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. യെസ് ടീച്ചർ, എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഗുഡ് ഗേൾ. എനിക്ക് എന്താ അറിയില്ല ടീച്ചറെ, ജനിച്ച മുതലേ ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ആഹാ, അത് കൊള്ളാലോ. നീ ജനിച്ചപ്പോ തന്നെ നിനക്ക് ഡോക്ടർ ആവാനുള്ള ആഗ്രഹം കൊണ്ടാ ജനിച്ചേ? പിന്നെ അല്ല, ഞാനാരാ മോൾ. എന്തായാലും നിന്റെ തള്ളു കൊള്ളാം. ആ, എന്നാലും ആഗ്രഹം കൊള്ളാം. പോയിരിക്ക. ഞാൻ ഡോക്ടറായ പൊളിക്കൂലേ ടീച്ചറെ? പൊളിക്കും പൊളിക്കും. ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പൊ താങ്ക് യു ഗൈസ്, ഡോക്ടറായിട്ട് കാണാം. അപ്പൊ പറഞ്ഞോളൂ. ഹായ്, എന്റെ പേര് ലക്ഷ്മി. എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ആഹാ, നിനക്കും ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഓക്കെ, ഗുഡ് ഗേൾ. എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. താങ്ക് യു ടീച്ചർ. ആഹാ, ഇതിപ്പോ കൊള്ളാലോ. എല്ലാവർക്കും ഡോക്ടർ ആവാൻ ആഗ്രഹം. അടുത്ത ആള് പോരെ? പറഞ്ഞോളൂട്ടോ. എന്റെ പേര് ശിവ. എനിക്കും ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ആഹാ, ഗുഡ് ഗേൾ. നിങ്ങൾക്ക് 3 പേർക്കും ഒരു ആഗ്രഹമാണല്ലോ. അതെന്താ, നിങ്ങൾ 3 പേരും ഡിസ്കസ് ചെയ്തിട്ട് എടുത്തതാണോ? അല്ല ടീച്ചർ, ഓല് 2 പേരും എന്റെ കണ്ടിട്ടാ പറഞ്ഞത്. എനിക്ക് മാത്രമാണ് ഡോക്ടർ ആവാനുള്ള ആഗ്രഹം. ഓല് 2 ആളും എന്റെ ആഗ്രഹം കേട്ടിട്ടാണ് ഓൾക്ക് ഡോക്ടർ ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? നിന്റെ ആഗ്രഹമാണ് എല്ലാരും പറഞ്ഞേ? ആ, കുഴപ്പമില്ല. പിന്നെ അടുത്താൾ വാ. എനിക്ക് ക്ലാപ്പ് ഒന്നും കിട്ടിയില്ല ടീച്ചർ. അയ്യേ, നീ ടീച്ചറോട് പറഞ്ഞിട്ടാ ക്ലാപ്പ് വാങ്ങുന്നേ? ടീച്ചർ അറിയാതെ തരണം. അതിനാ ക്ലാപ്പ് എന്ന് അറിയാലോ. ഈ ചോദിച്ചു വാങ്ങിയല്ലേ ക്ലാപ്പ്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യൂട്ടോ. ഓൾക്ക് എന്റെ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം പറഞ്ഞതും പോരെ. അടുത്താള് വാ. യെസ് ടീച്ചർ. പറഞ്ഞോളൂട്ടോ. എന്റെ പേര് അപ്പുക്കുട്ട. എനിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. ഓക്കെ, ഗുഡ് ബോയ്. സീറ്റിൽ പോയിരുന്നോളൂട്ടോ. അടുത്താള് വാ. പറഞ്ഞോളൂട്ടോ. എന്റെ പേര് വിഷ്ണു. എനിക്ക് പൈലറ്റ് ആവാനാണ് ആഗ്രഹം. ഓഹോ, ഗുഡ് ബോയ്. നിനക്കാണല്ലോ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആഗ്രഹം. നിനക്ക് ആകാശത്തു കൂടി പറക്കാനാണ് ആഗ്രഹം. യെസ് ടീച്ചർ, എനിക്ക് ആകാശത്തു കൂടി പറക്കണത് നല്ല ഇഷ്ടമാണ്. ഓക്കെ, ഗുഡ് ബോയ്. ഇനി അടുത്താള് വാ. യെസ് ടീച്ചർ. നിനക്ക് എന്താവാനാണ് ആഗ്രഹം? എന്റെ പേര് സൽമാൻ. എനിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹം. ആഹാ, നിനക്ക് അപ്പുക്കുട്ടന് പോലീസ് ആവാനാണ് ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാലോ. ആഹാ, ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാനാണ് നിനക്ക് ആഗ്രഹം? പിന്നല്ല, ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ, ഗുഡ് ബോയ്. ഓനിന്റെ ആഗ്രഹം കട്ടെടുത്തുക ടീച്ചറെ. ഓനിക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമല്ല. ഓൻ എന്നോട് ഏത് ആഗ്രഹം കഴിച്ചിട്ടേ ഞാൻ പോലീസ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ പറഞ്ഞേക്കാം. ഓ, അങ്ങനെയാണോ? അപ്പൊ എനിക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായമൊന്നുമില്ലേ? പിന്നത്തെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ തിയേറ്റർ തുടങ്ങണമെന്നാ ടീച്ചറെ. അതാവുമ്പോ പിന്നെ അന്നന്ന് ഇറങ്ങുന്ന പടങ്ങൾ അന്നു തന്നെ എന്റെ തിയേറ്ററിൽ ഇരുന്ന് കാണാലോ. ആഹാ, അത് നല്ല ആഗ്രഹമാണല്ലോ. ഒരു വെറൈറ്റി ആഗ്രഹം. എന്നാ പിന്നെ ഓരോരുത്തരെടുത്തുനിന്ന് ഒരു മൂവിക്ക് 500 രൂപ വെച്ച് മേടിച്ചാൽ ഞാൻ കോടീശ്വരനാവുമല്ലോ. അത് ശരിയാ, ഒരു തമാശ. ആഹാ, അപ്പൊ എല്ലാരും ആഗ്രഹങ്ങൾ പറയില്ലേനോ? യെസ് ടീച്ചർ, കഴിഞ്ഞു. ഇന്ന് ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ ആവുകൊണ്ട് എല്ലാവർക്കും ലഡുണ്ട് കേട്ടോ. എന്നാ പിന്നെ വേഗം പോയി കൊണ്ടുപോവാ ടീച്ചറെ. പിന്നെ എടുത്തോളൂ കേട്ടോ. എപ്പെടുത്തോന്ന് ചോദിച്ചാൽ മതി. എന്നാ കഴിച്ചോളി. ഓ, ഇവര് കഴിക്കണാണെമ്പോ കൊതിയാണോ? ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. എനിക്കും ഇവര് കഴിക്കണാണെമ്പോ നല്ലൊരാഗ്രഹം. പാത്രം ഇവിടെ വെക്കാം. എന്താ ഒരു ടേസ്റ്റ്? ഈ ലഡുവിനൊക്കെ പത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഷുഗർ കട്ട് തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇതൊന്നും തിന്നാനില്ലല്ലോ. ഒന്നും കൂടി എടുത്ത് തിന്നാലോ? അല്ലെങ്കിൽ വേണ്ട, മറ്റു ടീച്ചർമാർക്ക് കൊടുക്കണ്ടേ? മക്കളെ വേഗം കഴിക്കും, ക്ലാസ് തുടങ്ങണം. എത്ര നേരമായി തിന്നുകൊണ്ടിരിക്കണോ? എന്നാ പിന്നെ നിങ്ങൾ കഴിക്കണം. അത് കൊണ്ടേ കൊടുത്തിട്ട് വരാട്ടോ മറ്റു ടീച്ചർമാർക്ക്. ആ, ടീച്ചർ കൊണ്ടേ കൊടുത്തിട്ട് വാ. ഞാൻ വരുമ്പോഴത്തേനും എല്ലാവരും തിന്നലും കഴിയാൻ കേട്ടോ. ആ ടീച്ചറെ. ആ, നിങ്ങളെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ക്ലാസ് നടത്തുക. ഓക്കെ ടീച്ചർ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഇംഗ്ലീഷിലെ അക്ഷരമാലല്ലേ? ഇത് മലയാളത്തിലാണ്. ഇതായിരിക്കലും അറിയാ? കുറച്ചറിയാ ടീച്ചർ. ഏതുവരെ അറിയാമെന്ന് പറഞ്ഞാണി. ആ, ഇ, ഉ, ഊ. അത് വരെ അറിയും. ആഹാ, അപ്പൊ ബാക്കി അറിയില്ലല്ലേ? എന്നാ ടീച്ചർ പറഞ്ഞുതരാം. ആ, ഇ, ഉ, ഊ, എ, ഐ, ഒ, ഔ, അ. ഒരാൾ ഇതിൽ നോക്കിയിട്ടൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ആ, ഇ, ഉ, ഊ, എ, ഐ, ഒ, അ. അപ്പൊ ആവുന്ന
പറയുമ്പോ എപ്പോഴും നാവ് ഇങ്ങനെ വീക്കണില്ല നാവിന്. ആ അടുത്ത ക്ലാസ്സിൽ പഠിക്കണ്ടോ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ ഗുഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ ആ വെച്ചിട്ടുള്ള ഓരോരോ വാക്കുകളാണ് കേട്ടോ. ഇതിലെ ലെറ്റേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ പേരുകൾ വരുന്നുണ്ട് എന്നിട്ട് നോക്കാൻ പോണു. ഓക്കെ ടീച്ചർ. ആ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാണോ ഒരു പേര് പറഞ്ഞേ? അമ്മ. യെസ്, ആ വെച്ചിട്ട് അമ്മാന്ന് വരുന്നുണ്ട്, അച്ഛനെന്ന് വരുന്നുണ്ട് കേട്ടോ. ആ വെച്ചിട്ട് എന്താ വരുന്നത്? ആർക്കറിയാം? ആന. ഓക്കെ ഗുഡ് ബോയ്. അപ്പൊ ആ വെച്ചിട്ട് ആന വരുന്നുണ്ട്, ആമ വരുന്നുണ്ട് കേട്ടോ. അതിൽ ഏതിലൊന്ന് എഴുതിയാൽ മതി എക്സാമിന് വെക്കുകയാണെങ്കിൽ. ഈ വെച്ചിട്ട് എന്തൊക്കെ വരുന്നത്? ഈ വെച്ചിട്ട് ഇല. അപ്പൊ ഈ വെച്ചിട്ട് ഇല വരുന്നുണ്ട്, ഇഞ്ചി വരുന്നുണ്ട്. അടുത്തത് ഈ വെച്ചിട്ട് എന്താ വരുന്നത്? ഈ വെച്ചിട്ട് ഈച്ച വരുന്നുണ്ട് ടീച്ചർ. ഓക്കെ ഗുഡ് ബോയ്. അപ്പൊ ഈ വെച്ചിട്ട് ഈച്ച വരുന്നുണ്ട്, ഈണം വരുന്നുണ്ട്. ഈണം എന്ന് പറയുന്നത് എന്താ മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മള് പാട്ടൊക്കെ പാടുമ്പോൾ ഒരു ഈണം ഉണ്ടാവില്ല, അതിനാണ് ഈണം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു ലെറ്റർ? ഓ. അപ്പൊ നമ്മൾ ഊ വെച്ചിട്ടില്ല നെയ്മള് അടുത്തതിന്റെ അവിടെ ടീച്ചർ തൂക്കാട്ടോ. ഊ വെച്ചിട്ട് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാം? ഉറുമ്പ്. ഓക്കെ, ഇനി ടീച്ചർ പറഞ്ഞുതരാം. ഊ വെച്ചിട്ട് ഉള്ളി വരുന്നുണ്ട്, ഉറുമ്പ് വരുന്നുണ്ട്, ഉരുളങ്കിഴങ്ങ് വരുന്നുണ്ട്. ഇനി അടുത്ത ലെറ്റർ ഏതാ? ഊ. ഊ വെച്ചിട്ട് എന്തൊക്കെ വരുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാം? ഊഞ്ഞാലുണ്ട് ടീച്ചർ. ആ ഓക്കെ, ഇനി ബാക്കി ടീച്ചർ പറഞ്ഞുതരാം. ഊ വെച്ചിട്ട് ഊഞ്ഞാല് വരുന്നുണ്ട്, ഊത്തപ്പം വരുന്നുണ്ട്, ഊണ് വരുന്നുണ്ട്. നെക്സ്റ്റ് ലെറ്റർ അല്ലേ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത? യെസ് ടീച്ചർ. എർ വെച്ചിട്ട് ടീച്ചർ പറഞ്ഞുതരാം. എർ വെച്ചിട്ട് കൃഷി വരുന്നുണ്ട്, കൃത് വരുന്നുണ്ട്, കൃഷഭം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടാത്ത പേരുകളാണ്, ഇത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് അവൻ ചോദിക്കൂല. ഓക്കെ, ഇനിയില്ലേ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ, നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. എ വെച്ചിട്ട് 8 വരുന്നുണ്ട്. 8 എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ 1 2 3 4 5 6 7 ഇല്ലേ, അതിൽ 8. പിന്നെ എലി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് അറിയണതാണ്. പിന്നെ എഴുത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ടീച്ചർ. അടുത്തത് എ എന്നാണ്. എ വെച്ചിട്ട് 7 വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 3 4 5 6 8 6 7 അത് വരുന്നുണ്ട്. പിന്നെ ഏണി വരുന്നുണ്ട്, ഏത്തപ്പഴം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ബെല്ലടിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാട്ടോ ഇതിന്റെ ബാക്കി. ഓക്കെ ടീച്ചർ. അപ്പൊ ഇത്രയും എടുത്തത് നാളെ വരുമ്പോ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ എല്ലാരും. ശരി ടീച്ചർ. ഹോംവർക്ക് എന്താന്ന് വെച്ചാല് ആ ഫസ്റ്റ് നമ്മൾ എടുത്തില്ലേ എല്ലാ അക്ഷരങ്ങളും, അത് ബുക്കില് എഴുതി തരാം കേട്ടോ. ബാക്കിയുള്ള പിന്നെ ഇത് ടീച്ചർ ഫുൾ ആക്കിയിട്ട് പിന്നെ ഹോംവർക്ക് തരാം കേട്ടോ. ശരി ടീച്ചർ. അപ്പൊ ഓക്കെ, ഹാവ് എ നൈസ് ഡേ.